ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദിയാസ് ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാൻ ഗരം മസാല തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് ഗരം മസാലയ്ക്ക് വേണ്ട സ്പൈസസ് ഒക്കെ എടുത്തു വയ്ക്കാം. ഞാൻ 20 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ജാതിപത്രിയാണ്. ഇത് 1.5 ജാതിപത്രി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരെണ്ണം മുഴുവനും പിന്നെ ഒരെണ്ണത്തിൻ്റെ പകുതിയും. ഇനി നമ്മൾ എടുക്കുന്നത് ഗ്രാമ്പുവാണ്. 1 ടേബിൾ സ്പൂൺ ഗ്രാമ്പൂ വേണം. ഇനി നമുക്ക് വേണ്ടത് കറുവാപ്പട്ടയാണ്. ഈ കറുവാപ്പട്ട ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 10-12 കഷ്ണങ്ങളുണ്ടാവും ഇത്. അത് ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത്രയും കറുവാപ്പട്ട മതി. കൂടുതലായാൽ കറുവാപ്പട്ടയുടെ ടേസ്റ്റ് ആവും മുന്നിൽ നിൽക്കുക. ഇനി വേണ്ടത് കശകശയാണ്. ഇത് ഞാൻ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെരുംജീരകമാണ്. ഇത് ഞാൻ 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കോലം കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 6 തക്കോലം എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് വറുത്തെടുക്കണം. അതിനുശേഷം വേണം ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാൻ. ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ആദ്യം പെരുംജീരകം തന്നെ വറക്കും. അതിനുശേഷം തക്കോലവും ഗ്രാമ്പും കറുവാപ്പട്ടയും കൂടി ഒന്നിച്ച് വറുത്തെടുക്കും. പിന്നീടാണ് ബാക്കിയുള്ളത് വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂട് നിൽക്കുന്ന ഇരുമ്പ് ചീനച്ചട്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം നന്നായിട്ട് ചൂടായി വരുമ്പോൾ അത് പൊട്ടി വരാൻ തുടങ്ങും. ഇപ്പോൾ ഈ പെരുംജീരകം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് അതേ ചട്ടിയിൽ തന്നെ ഗ്രാമ്പു, തക്കോലം, കറുവാപ്പട്ട എന്നിവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജാതിപത്രി, ഏലക്ക, കശകശ എന്നിവയും കൂടി വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ മിക്സിയുടെ ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ കപ്പിൽ അല്പം പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് എല്ലാം അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഈ ഗരം മസാലയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് തരിയോടെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഈ ഗരം മസാല തന്നെയാണ് ഞാൻ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കി വയ്ക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്